ഹോസ്പിറ്റൽ യൂണിറ്റുണ്ട്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം, അതാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ പ്രതികരിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. മലപ്പുറത്തെ പ്രധാനപ്പെട്ട വിഷയം വന്യജീവി ശല്യമാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുക എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിലേക്ക് എത്തുന്നു UDF വീണ്ടും എന്നുള്ളതാണ് ഷൗക്കത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇത് സർക്കാരിന്റെ മൗനാനുവാദത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിലെന്താ സംശയമുള്ളത്? അപ്പോ അതാണ് സ്ഥിതി. അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുള്ള നടപടികൾ ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതാണ്. അതിൽ സംശയം എന്താ? ഇതിന്റെ ചർച്ചകളിൽ നിന്നൊക്കെ വഴിമാറ്റാൻ വേണ്ടി ബോധപൂർവമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. VV അരുണിലേക്ക് അന്വേഷണം വേണമെന്നുള്ളൊരു നിലപാട് ഇടത് ക്യാമ്പിൽ നിന്ന് വരുന്നു. M സ്വരാജ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് ഏത് തരത്തിലാണ് ഇത് ഇടത് ക്യാമ്പ് കാണുന്നത്? ഇത് വനം വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ള ഒരു വലിയൊരു ആരോപണത്തിലേക്ക് തന്നെ UDF കടക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ മലപ്പുറത്ത് വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നി ശല്യം തടയാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച ദുരന്ത വാർത്ത. 4 പേർക്ക് പരിക്കേറ്റു. അതിൽ തന്നെ ഒരാളുടെ നില ഗുരുതരമായിട്ട് തുടരുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി ആണ് മരിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധവും പരാതികളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്യജീവി ശല്യവുമായി ഉണ്ടായിട്ടും സർക്കാർ വേണ്ട വിധം പരിശോധിച്ചില്ല. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് UDF ആരോപിക്കുന്നു. അന്വേഷണം വേണമെന്ന് ഇടത് ക്യാമ്പുകളും. VV അരുൺ, പ്രതിഷേധം കനക്കുന്ന സാഹചര്യം, കൂടുതൽ പ്രധാനപ്പെട്ട UDF നേതാക്കൾ സ്ഥലത്തേക്ക് എത്തുന്ന സാഹചര്യം, അതാണോ അവിടെ നിന്ന് നൽകാനുള്ള വാർത്ത? തീർച്ചയായിട്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. ഓരോ മിനിറ്റിലും കൂടുതൽ പ്രവർത്തകർ, UDF പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. ഭരണകൂടം സ്പോൺസർ ചെയ്ത കൊലപാതകമെന്ന ആരോപണമാണ് UDF കോൺഗ്രസ് ഉന്നയിക്കുന്നത്. തീർത്തും നിഷ്കളങ്കരായ കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിലൊരാളാണ് 15 വയസ്സുകാരനാണ് മരിച്ചത്. അതുതന്നെ ഒരു തരത്തിലും സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയെ തന്നെ, എല്ലാ തരത്തിലും സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയെ തന്നെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത വിഷയമെന്ന് അവർ പറയുന്നു. കാരണം നേരത്തെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്, നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോഴൊന്നും നടപടി എടുത്തിരുന്നില്ല സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. 15 വയസ്സ് മാത്രമുള്ള കുട്ടി മീൻ പിടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു വൈകാരിക വിഷയമായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു തീവ്രത സ്വാഭാവികമായും ജനങ്ങളുടെ വികാരം കൂടും. അത്രയധികം വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുന്ന ജനമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു പന്നിക്കണിയിൽ ഒരു 15 വയസ്സുകാരന് ജീവൻ വെടിയേണ്ടി വന്നത്. അത് അത്യന്തം വൈകാരിക വിഷയമായി തന്നെ മാറുകയാണ്. ഓരോ നിമിഷവും ഇവിടുത്തെ പ്രതിഷേധവും കനക്കുകയാണ്. ഈ ഫെൻസിംഗ് അനധികൃതമെന്ന ആരോപണവും ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. അനധികൃതമായി സ്ഥാപിച്ച ഫെൻസിംഗ് ആണ് ഇത്തരമൊരു അപകടത്തിന് കാരണമാക്കിയതെന്നാണ് ആരോപണം ഉയരുന്നത്. ഏതായാലും ഇതിൽ അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഈ രാത്രിയും 11 മണിക്ക് ശേഷവും നിലമ്പൂരിന്റെ പ്രധാന പാത തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. വരും മണിക്കൂറുകളിൽ സമരം ശക്തമാകാൻ തന്നെയാണ് സാധ്യത. കാരണം നഷ്ടപ്പെട്ടത് ഒരു 15 വയസ്സുകാരന്റെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ വന്യജീവിയെ പിടിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇത്തരത്തിൽ KSEBയുടെ ലൈനിൽ നിന്നും നേരിട്ട് കണ്ടെടുത്തിരിക്കുന്നു. KSEBിക്ക് ഉത്തരവാദിത്തമല്ലേ? KSEB ഇത് സ്ഥിരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും
KSEBിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അനാസ്ഥയാണ്, വീഴ്ചയാണ്. ഇത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ഇവിടെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുന്നതിന് സമാനമായ ഒരു കൊലപാതകം, സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുക അസാധ്യമാണ്. ഈ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിലും അതുപോലെ തന്നെ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള കൊലപാതകങ്ങളും ഉറപ്പിക്കുക സാധ്യമല്ല. ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സമരവുമായി മുന്നോട്ട് പോകും. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് UDF വളരെ കാലങ്ങളായി സമരരംഗത്താണ്. UDFന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മലയോര മേഖലയിൽ ജാഥ നടത്തുന്നു. ഞങ്ങളുടെ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നു. UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിരവധി സമരം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മുന്നോട്ട് ഞങ്ങളുടെ സമരരംഗത്ത് തന്നെയായിരുന്നു. ഇപ്പോ ഈ കൊലപാതകവും ആ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരരംഗത്ത് തന്നെയാണ്. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്താണ്. ഇപ്പോ ഇവിടെ ഇരിക്കുന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. 15 വയസ്സുള്ള ഒരു കുഞ്ഞുബാലൻ ഇത്തരത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കണം. സമരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല. ആര് കെണി സ്ഥാപിക്കുന്നില്ല. KSEBിയുടെ ലൈനിൽ നിന്നും നേരിട്ട് തെരഞ്ഞെടുത്താണ് കെണി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കെണി സ്ഥാപിക്കുന്നത് ആ പ്രദേശത്ത് ആദ്യമായിട്ടല്ല. നിരന്തരമായി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിൽ കെണിയൊരുക്കുന്ന സർവ്വസാധാരണമായിരിക്കുന്നു. അതിന് KSEB ഒത്താശ ചെയ്തു കൊടുക്കുന്നു, സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. KSEBിയിൽ നിന്ന് നിരന്തരമായി KSEBിയുടെ ലൈനിൽ നിന്ന് നേരിട്ട് കണ്ടെടുക്കുന്നത് എങ്ങനെയാണ്? ആരും കാണുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച, KSEBിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച, ഈ കൊലപാതകം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും. കോൺഗ്രസിന്റെ നിലപാട് KSEBിയുടെ ലൈനിൽ നിന്ന് നേരിട്ട് എത്തിയ വൈദ്യുതി ജീവനെടുത്തത് ഇതാരും അറിയാതെയാണോ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ സ്പോൺസേഡ് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു UDF. ഇത് തുടക്കത്തിൽ തന്നെ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പ്രധാനപ്പെട്ട വിഷയമാകുക വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൃത്യമായ പരിഗണന കൊടുക്കാത്തതാണ് എന്ന് പറഞ്ഞതാണ് UDF. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ പറയുന്നു. വഴിക്കടവില് പന്നിശല്യം തടയാൻ വേണ്ടി കർഷകൻ വെച്ച വൈദ്യുതി വേലിയിൽ കമ്പിയിൽ തട്ടിയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നത്. ഇത് UDF നേതാക്കന്മാർ പറയുന്ന പോലെ ഇത് സ്ഥിരം സംഭവമാണ്. ഇതിനു മുൻപും ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായ രീതിയിലേക്ക് 1-2 ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം ഇത് അവസാനിക്കുന്നതല്ലാതെ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. നേരത്തെ ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് പലതവണ വനം വകുപ്പ് മന്ത്രിക്കെതിരെ, വനം വകുപ്പിനെതിരെ UDF നിരന്തരമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തിയതാണ്.